അപ്പോൾ നമുക്കിവിടെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് സി -640 ന്യൂട്ടൺ മീറ്റർ കിട്ടി. നമുക്ക് കാണാനുള്ളത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിൻ്റ് ബി ഇവിടെ വരയ്ക്കാം. പോയിൻ്റ് ബിയിലെ ബെൻഡിങ് മൊമെൻ്റ് കാണുന്ന സമയത്ത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് ബി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സെക്ഷൻ വരയ്ക്കുക, തൊട്ടടുത്ത് തന്നെ സെക്ഷൻ ലൈൻ വരയ്ക്കുക. ഇനി റൈറ്റ് സൈഡിലേക്ക് ഏതൊക്കെ ഫോഴ്സ് വരുന്നുണ്ട് നോക്കുക. ഇവിടെ 500 ന്യൂട്ടൺ വരുന്നുണ്ട്, 800 ന്യൂട്ടൺ വരുന്നുണ്ട്. നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫോഴ്സ് നമ്മൾ 800 എഴുതി. അപ്പോൾ നമുക്കറിയാം ഡൗൺവേർഡ് ഫോഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡൗൺവേർഡ് ലോഡ് ആകുമ്പോൾ മൈനസ് സൈൻ കൊടുക്കുക. 800 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നത് ഏതായിരിക്കും? ഈ സെക്ഷൻ ലൈൻ വരെയുള്ള ഇത്രയും ദൂരമായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്. അതായത് 0.7 പ്ലസ് 0.8. 0.7 പ്ലസ് 0.8 എത്ര കിട്ടും? 1.5 കിട്ടും. ഓക്കെ, പിന്നെ എന്തുണ്ട്? ഈ 500 ന്യൂട്ടൻ്റെ മൊമെൻ്റ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? 500 ന്യൂട്ടൺ നമുക്കറിയാം അത് ഡൗൺവേർഡ് ലോഡാണ്. അപ്പോൾ എന്തായിരിക്കും? മൈനസ് സൈൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ -500 കൊടുക്കുക. -500 ഇൻറ്റു ഡിസ്റ്റൻസ് ഏതായിരിക്കും? ഡിസ്റ്റൻസ് വരുന്നത് ഈ 500 ന്യൂട്ടൺ ലോഡ് വരുന്ന ഇവിടുന്ന് ഈ സെക്ഷൻ ലൈനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്, അതായത് 0.7 ഇൻറ്റു 0.7 എഴുതുക. അപ്പോൾ -800 ഇൻറ്റു 1.5 -500 ഇൻറ്റു 0.7. അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ 800 ഇൻറ്റു 1.5 എഴുതിയാൽ നമുക്ക് -1200 കിട്ടും. പിന്നെ മൈനസ് സൈൻ എഴുതി. പിന്നെ 500 ഇൻറ്റു 0.7 ചെയ്താൽ നമുക്ക് 350 കിട്ടും. -350 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ -1550 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് ബി വരുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് ബി വരുന്നത് 1550 -1550 ന്യൂട്ടൺ ആയിരിക്കും. ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് കാണുള്ളത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് എ. നമ്മൾ എന്ത് ചെയ്യാം? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് എ ഫൈൻഡ് ചെയ്യാം. ഇവിടെ നമ്മൾ സെക്ഷൻ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 3 ഫോഴ്സ് വരുന്നുണ്ട്, 300, 500, 800. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് എ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഫോഴ്സ് 800 ന്യൂട്ടൺ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇത്രയും വരുന്ന ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 0.8 പ്ലസ് 0.7 പ്ലസ് 0.5, അതായത് 2 കിട്ടും ടോട്ടൽ ആഡ് ചെയ്ത്. അപ്പോൾ നമുക്ക് 800 ഇൻറ്റു 2 എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുക, സൈന് മൈനസ് സൈൻ ആയിരിക്കും, 800ൻ്റെ മൈനസ് സൈനാണ്. പിന്നെ വരുന്നത് 500 ഇൻറ്റു, അത് രണ്ടാമത്തെ ഫോഴ്സ് 500 ന്യൂട്ടനാണ്. ഡിസ്റ്റൻസ് എത്ര വരും? ഇത്രയും ഡിസ്റ്റൻസ് വരും, 0.7 പ്ലസ് 0.5 1.2. അപ്പോൾ നമുക്കറിയാം 500 എന്നുള്ളത് മൈനസ് ആണ്, -500 ഇൻറ്റു 1.2. അടുത്തത് വരുന്നത് 300 ന്യൂട്ടനാണ്. 300 ന്യൂട്ടൺ ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ് 0.5. അപ്പോൾ നമുക്കറിയാം മൈനസ് സൈൻ ആയിരിക്കും, -300 ഇൻറ്റു 0.5. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യുക? ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് -800 ഇൻറ്റു 2 1600 കിട്ടും. -500 ഇൻറ്റു 1.2 നമുക്ക് -600 കിട്ടും. 300 ഇൻറ്റു 0.5 നമുക്ക് 150 കിട്ടും. ഇത് മൊത്തം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -1600 -600 -2200 -2200 -150 -2350 ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് എയും നമുക്ക് കിട്ടി. അപ്പോൾ 4 പോയിന്റിലും വരുന്ന ബെൻഡിങ് മൊമെൻ്റ് നമ്മൾ കണ്ടെത്തി. പോയിൻ്റ് ഡിയിൽ വരുന്നത് 0, പോയിൻ്റ് സിയിൽ വരുന്നത് -640, പോയിൻ്റ് ബിയിൽ വരുന്നത് -1550, പോയിൻ്റ് എയിൽ വരുന്നത് -2350 ന്യൂട്ടൺ മീറ്റർ. ഇത്രയും ബെൻഡിങ് മൊമെൻ്റ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇത്രയും ബെൻഡിങ് മൊമെൻറ്റുകൾ നമ്മൾ ഡയഗ്രത്തിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക, എന്നിട്ട് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കാം. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? എല്ലാ ലൈൻസും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഒരു ബേസ് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെൻ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പോയിൻ്റ് ഡിയിൽ വരുന്ന ബെൻഡിങ് മൊമെൻ്റ് നമുക്കറിയാം 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 0 ഇവിടെ നോട്ട് ചെയ്യുക. നമ്മൾ നോട്ട് ചെയ്യാം. പോയിൻ്റ് ഡിയിൽ 0. ഓക്കെ, ഇനി പോയിൻ്റ് സി നോക്കാം. -640 -640 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താഴോട്ടായിരിക്കും മാർക്ക് ചെയ്യേണ്ടത്.
ഈ ബേസിൽ ലൈനിൽ നിന്നും താഴോട്ട് മാർക്ക് ചെയ്യുക. -640 മാർക്ക് ചെയ്തു, ഏകദേശം മാർക്ക് ചെയ്യുക. പിന്നെ പോയിൻ്റ് ബിയിൽ വരുന്നത് -1550. അപ്പോൾ ഇത് -650 ആണെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും -1550 എന്ന് പറയുന്നത്. പിന്നെ പോയിൻ്റ് എയിലത് -2350. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിലും താഴത്തായിരിക്കും -2350 വരെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോ പോയിൻ്റ് തമ്മിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ലൈൻസ് വരച്ച് മീറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ കിട്ടിയതായിരുന്നു നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എല്ലാം മൈനസാണ്, ബെൻഡിങ് മൊമെൻ്റ് എല്ലാം കിട്ടിയത് നമുക്ക് മൈനസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ നെഗറ്റീവ് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു പ്രോബ്ലത്തിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കണം നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതുപോലെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം നമ്മുടെ കാൻലിവർ ബീമിൽ വരുന്ന സമയത്ത്, കാൻലിവർ ബീമിൽ പോയിൻ്റ് ലോഡ്സ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.